പ്രിയ ദൈവജനമേ, ഇന്ന് ആഗമനകാലത്തിലെ 19-ാം ദിവസം. യഥാർത്ഥ സന്തോഷമെന്നത് കേവലം ബാഹ്യമായ സാഹചര്യങ്ങളിൽ നിന്നോ ഭൗതികമായ നേട്ടങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നാണ് എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 36 നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭവനത്തിലെ സമൃദ്ധിയിൽ നാം സംതൃപ്തരാകുകയും അവിടുത്തെ സന്തോഷത്തിൻ്റെ അരുവിയിൽ നിന്ന് പാനം ചെയ്യുകയും വേണം. നിങ്ങളും ഞാനും ലോകം നൽകുന്ന താൽക്കാലിക സുഖങ്ങൾക്കപ്പുറം, പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തിൻ്റെ വെളിച്ചമായ മിശിഹായെ സ്വീകരിക്കാനായി ഒരുങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം നിറയണം. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ ഹൃദയത്തിന് പൂർണ്ണമായ സമാധാനവും ആനന്ദവും കണ്ടെത്താൻ സാധിക്കൂ. വരാനിരിക്കുന്ന രക്ഷകനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ എന്ന വിശുദ്ധ പൗലോസ്ലീഹയുടെ ആഹ്വാനം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാം. പ്രിയരെ, നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. സ്നേഹത്തിൻ്റെ അരുവിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ആനന്ദം കരുണയുടെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രവൃത്തികളിലൂടെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കോരോരുത്തർക്കും കടമയുണ്ട്. കഷ്ടപ്പെടുന്നവരെ സഹായിച്ചും തളർന്നു പോയവർക്ക് ആശ്വാസം നൽകിയും ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നവരാകണം നാം ഓരോരുത്തരും. നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും നമ്മളുടെ ഏത് പ്രവൃത്തി മേഖലയിലാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്, ആ മേഖലയിലൊക്കെ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി നാം ജീവിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നമ്മിൽ വസിക്കും. പുറമേയുള്ള പ്രതിസന്ധികളിലും ആന്തരികമായ സന്തോഷം കാത്തു സൂക്ഷിക്കാൻ പ്രാർത്ഥനയും വചന പാരായണവും വചന വിചിന്തനവും നമ്മെ സഹായിക്കും. ഈ ആഗമനകാലം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാനും ഉണ്ണി ഈശോയുടെ ജനനത്തിലൂടെ ലോകത്തിന് ലഭിച്ച ആ വലിയ സന്തോഷം സ്വന്തമാക്കാനുമുള്ള സന്ദർഭമായി മാറട്ടെ. ആമേൻ.